ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ EVSൻ്റെ 2023-24 അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാം വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തേത് വാട്ടർ ആൻഡ് എലിക്സർ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇൻ ദ പിക്ചർ അപ്പു ആൻഡ് അമ്മു ആർ ഗോയിങ് ടു സ്കൂൾ. അപ്പുവും അമ്മുവും സ്കൂളിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ദേ സോ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. പോകുന്ന വഴിക്ക് അവർ ഒരുപാട് സോഴ്സസ് ഓഫ് വാട്ടർ കണ്ടു. ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ള സോഴ്സ് ഓഫ് വാട്ടർ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വെല്ലുണ്ട്. അപ്പോൾ വെൽ എഴുതാം. അതുപോലെ തന്നെ സ്ട്രീം അല്ലെങ്കിൽ അരുവി അല്ലെങ്കിൽ പോണ്ട് ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, വെൽ, സ്ട്രീം, റിവർ, പോണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ. വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെ ഈ നേച്ചറിലുള്ള ഓരോ ഓർഗാനിസംസിനും വാട്ടർ വളരെ എസെൻഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വാട്ടറിൻ്റെ യൂസസ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരുപാട് യൂസസ് പഠിച്ചിട്ടുള്ളതാണല്ലേ. വാഷിംഗ് വെസൽസ്, കുക്കിംഗ്, ഡ്രിങ്കിങ്, വാഷിംഗ് ക്ലോത്ത്സ്, വാട്ടറിങ് പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 4-5 നിങ്ങൾക്ക് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തത് സെക്കൻഡ് ആക്ടിവിറ്റിയാണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ഇതിലുമായി ബന്ധപ്പെട്ടതാണ്. അമ്മു ആൻഡ് അച്ചു വെൻറ്റ് ഓൺ എ ടൂർ. ഓൺ ദ വേ ദേ സോ എ ഹോട്ടൽ, എ സീൻ ഫ്രം ദ കിച്ചൺ ഓഫ് ദ ഹോട്ടൽ ഗിവൺ ബിലോ. അച്ചുവും അമ്മുവും കൂടെ ടൂർ പോവുകയാണ്. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു. ആ ഹോട്ടലിലെ കിച്ചണിലെ സീനാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹാവിങ് ഫുഡ് ഫ്രം സച്ച് എ ഹോട്ടൽ? ഇത്തരത്തിലുള്ള ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ? നോ, വി ഹാവ് ടു ചൂസ് എ ക്ലീൻനെസ് ആൻഡ് നീറ്റ്നെസ് hotel only, then only we can eat a healthy food, otherwise it's a bad food. Okay, അപ്പോൾ അങ്ങനെയാണ് നിങ്ങളത് ഉത്തരം എഴുതേണ്ടത്. we can't choose this type of hotel. Then B, deficiency of nutrients in food causes many diseases. എന്താണ് ന്യൂട്രീഷ്യൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും. What should be included in the diet to get the necessary nutrients? വാട്ട് ഷുഡ് ബി അവോയ്ഡഡ്? ലിസ്റ്റ് ദം. എന്തൊക്കെയാണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഫുഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെയിലി ഡയറ്റ് എന്തൊക്കെയാണ്? റൈസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, എഗ്ഗ്, മിൽക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അവോയ്ഡ് ചെയ്യേണ്ടതോ ഐസ്ക്രീം, ബേക്കറി ഐറ്റംസ്, ന്യൂഡിൽസ്, ജങ്ക് ഫുഡ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുകയും വേണം. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ആണ് ഒക്യുപ്പേഷണൽ ടൂൾസ് ആൻഡ് ദെയർ യൂസസ്. നമ്മുടെ ജോലിക്ക് സംബന്ധമായിട്ടുള്ള ഒരുപാട് ടൂൾസുകളും അതിൻ്റെ യൂസസുമാണ്. ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് ദ ഫോളോയിങ് ഒക്യുപ്പേഷൻ ടൂൾസ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഫസ്റ്റ് വൺ എന്താണ്? ചേസൽ. സെക്കൻഡ് വൺ ഈസ് പ്ലഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഐഡൻറ്റിഫൈ ദ ടൂൾസ് ആൻഡ് ദെയർ യൂസസ്. ഓരോന്നിൻ്റെയും യൂസ്, ഇവിടെ യൂസ് തന്നിട്ടുണ്ട്, ചിലതിൻ്റെ ടൂൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ് ഫോർ കട്ടിംഗ് വുഡ്. കട്ടിംഗ് വുഡിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആക്സ് ആണ്. ഇനി സ്റ്റെതസ്കോപ്പോ? ടു ഡയഗ്നോസ് ഡിസീസസ്. ഓക്കെ, ടു ഡയഗ്നോസ് ഡിസീസസ്. ഇനി അടുത്തത് ഇതിൽ സി നോക്കൂ. കമ്പയർ ദ ഓൾഡ് ഒക്യുപ്പേഷണൽ ടൂൾസ് വിച്ച് ദ മോഡേൺ ഒക്യുപ്പേഷണൽ ടൂൾസ് ആർ റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് മോഡേൺ ഒക്യുപ്പേഷണൽ ടൂൾസ്. നമുക്കറിയാം പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ടൂൾസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾക്ക് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 മെറിറ്റ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? ക്യാൻ ബി ഡൺ ക്വിക്ക്ലി. നമുക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നു. വർക്ക് ലോഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. നമ്മുടെ വർക്ക് ലോഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഇനി 5th ആക്ടിവിറ്റി ലൈഫ് സൈക്കിളാണ്. അപ്പോ ഈസ് ബിസി വിത്ത് എ പേസ്റ്റിംഗ് പിക്ചേഴ്സ് ഷോയിങ് ഡിഫറെൻറ്റ് സ്റ്റേജസ് in the life cycle of a butterfly. Suddenly Appu's cat came. The cat's tail it and at the picture and fell down. എന്താണ്? അപ്പു നമ്മുടെ ഒരു ബട്ടർഫ്ലൈയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസുകൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് ഒരു ക്യാറ്റ് വന്നിട്ട് അതിനെ തട്ടിയത്. അപ്പോൾ അവിടെ നമ്മൾ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. ആകെ തട്ടി ആകെ നിലത്ത് വീണു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ബട്ടർഫ്ലൈ. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ ആവണമെങ്കിൽ എന്ത് വേണം? എഗ്ഗ് വേണം. അപ്പം മേലെ ഏറ്റവും ടോപ്പിൽ എഴുതേണ്ടത് എഗ്ഗാണ്. എഗ്ഗ് പിന്നെ കാറ്റർപില്ലർ ആവും, കാറ്റർപില്ലർ പിന്നെ പ്യൂബയാവും, എന്നിട്ടാണ് ബട്ടർഫ്ലൈ ആവുന്നത്. അപ്പോൾ ഈ സൈക്കിളാണ് കൂട്ടുകാരവിടെ എഴുതി വെക്കേണ്ടത്. എഗ്ഗ്, കാറ്റർപില്ലർ, പ്യൂബ. ദെൻ
വിച്ച് ഡിസീസസ് ആർ ലൈക്ലി സ്പ്രെഡ് ഇഫ് വി ടേക്ക് ഫുഡ് ഫ്രം ദിസ് ഹോട്ടൽ. നമ്മൾ ആ ഹോട്ടലിന് പറഞ്ഞില്ലേ, അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മിസ്സായതാണ്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡിസീസാണ് നമുക്ക് വരുന്നത്? മലേറിയ, ഡെങ്കി ഫീവർ, കോളറ, റാറ്റ് ഫീവർ, അങ്ങനെ പലതരത്തിലുള്ള ഡിസീസും നമുക്ക് വരും. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ എൻവയോൺമെൻറ്റൽ ഹൈജീൻ ടു ബി പേസ്റ്റഡ് ഓൺ ദ സ്കൂൾ ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ്. എൻവയോൺമെൻറ്റൽ ഹൈജീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ക്ലീൻ ഹോം, നോ ഡിസീസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടും എഴുതണം, അതിൻ്റെ പിക്ചറും കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇതിലെ തേർഡ് ആക്ടിവിറ്റിയാണ് ലെറ്റ്സ് ഫിൽ ദ ഗ്രാനറി. As a part of a Onasadhya, the school arranged the program titled a granary filling with the help of the parents and students. The box below show the collected items. ഇവിടെ ഓണസദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണ്. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പാരൻസും സ്റ്റുഡൻസും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിൻ ദ ടേബിൾ സ്യൂട്ടബിൾ. ഇവിടെ സെറീൽസ് എന്തൊക്കെയാണ്? റൈസ്, വീറ്റ്. വെജിറ്റബിൾസ് ആണെങ്കിലോ ബ്രിഞ്ചാൽ, ലേഡീസ് ഫിംഗർ. പൾസസ് ആണെങ്കിൽ ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം. ട്യൂബേഴ്സ് ആണെങ്കിലോ ടാപ്പിയോക്കോ, ടാരോ. ആൻഡ് ലീഫി വെജിറ്റബിൾസ് ആണെങ്കിൽ അമാരന്തസ് ആൻഡ് മുരിങ്ങ ലീവ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ടേബിൾ ആക്കേണ്ടത്. ഇനി the number of dancing the fluttering butterflies are increasing day by day. Finding out the reasons and write the importance of protecting the butterflies. നമുക്കറിയാം ഇന്നിപ്പോൾ ബട്ടർഫ്ലൈസ് ഒക്കെ ഒരുപാട് കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറവാകുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മേക്ക് ബ്യൂട്ടിഫുൾ ഗാർഡൻ, പ്ലാന്റ് മോർ ഫ്ലവറി പ്ലാന്റ്സ്. എന്താണ്, നമ്മൾ ബട്ടർഫ്ലൈനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫ്ലവറുള്ള പ്ലാന്റ്സുകൾ നമ്മൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എയർ ഇൻസൈഡ് ദ സോയിൽ എന്ന ആക്ടിവിറ്റിയാണ്. മണിക്കുട്ടി ഈസ് ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ്. ചെക്ക് ദ വെദർ എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. സോയിലിൽ എയർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി മണിക്കുട്ടി ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പ്രിപ്പയർ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഫോളോയിങ് ദ ഗിവൺ സ്റ്റെപ്പ്. മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് ഗ്ലാസ്, വാട്ടർ, ക്ലേ. എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ക്ലാസ്സിൽ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓരോ സ്റ്റേജസ് വെച്ചിട്ട് നിങ്ങളിന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.